കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി കേരളത്തിൽ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്തയുണ്ട്. കേരളത്തിലെ നിർമ്മാണ മേഖലയിലും ഹോട്ടൽ രംഗത്തുമൊക്കെ ജോലി ചെയ്തിരുന്ന അതിഥി തൊഴിലാളികൾ തിരഞ്ഞെടുപ്പ് സമയത്ത് വോട്ട് ചെയ്യാൻ വേണ്ടി കൂട്ടത്തോടെ സ്വന്തം നാട്ടിലേക്ക് വണ്ടി കയറിയിരുന്നു. സാധാരണയായി തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ദിവസങ്ങൾക്കകം ഇവർ കേരളത്തിലേക്ക് തിരിച്ചെത്താറുള്ളതാണ്. എന്നാൽ ഇത്തവണ ഇത്രയും ദിവസം കഴിഞ്ഞിട്ടും വോട്ട് ചെയ്യാൻ പോയവരിൽ ബഹുഭൂരിപക്ഷം ആളുകളും കേരളത്തിലേക്ക് തിരിച്ചെത്തിയിട്ടില്ല. എന്താണ് ബംഗാളിൽ സംഭവിക്കുന്നത്? കേരളത്തിൽ അവർക്ക് കൂലി കുറഞ്ഞു പോയതാണോ, അതോ സ്വന്തം നാട്ടിൽ അവർക്ക് വലിയ തോതിൽ തൊഴിലവസരങ്ങൾ ലഭിച്ചു തുടങ്ങിയതാണോ? ഇതിനെല്ലാം പിന്നിൽ ബംഗാളിൽ അടുത്തിടെയുണ്ടായ ആ ഭരണമാറ്റത്തിന്റെ സ്വാധീനമുണ്ടോ? മമതാ ബാനർജിയുടെ തൃണമൂൽ ഭരണത്തിൽ നിന്നും സുവേന്ദു അധികാരിയുടെ നേതൃത്വത്തിൽ BJP അധികാരത്തിലേക്ക് വന്നപ്പോൾ ബംഗാളിലുണ്ടായ അടിമുടി മാറ്റങ്ങൾ എന്തൊക്കെയാണ്? തദ്ദേശീയരായ തൊഴിലാളികൾക്ക് അവിടെ എന്താണ് സംഭവിക്കുന്നത്? അതോടൊപ്പം തന്നെ ഇത്രയും കാലം അവിടെ തഴച്ചുളർന്നിരുന്ന നുഴഞ്ഞുകയറ്റക്കാർക്കും ബംഗ്ലാദേശികൾക്കും ഇപ്പോൾ എന്ത് സംഭവിച്ചു? ഈ ചോദ്യങ്ങൾക്കെല്ലാമുള്ള കൃത്യമായ ഉത്തരമാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ വിശദമായി പരിശോധിക്കുന്നത്. നമുക്കറിയാം, കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയുടെ അടിത്തറ പണിയുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്നവരാണ് അതിഥി തൊഴിലാളികൾ. അതിൽ ഭൂരിഭാഗവും പശ്ചിമ ബംഗാളിൽ നിന്നുള്ളവരാണ്. വോട്ട് ചെയ്യാൻ നാട്ടിൽ പോയ ഇവർ എന്തുകൊണ്ട് തിരിച്ചു വരുന്നില്ല എന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടണമെങ്കിൽ നമ്മൾ ആദ്യം ബംഗാളിലെ ഇപ്പോഴത്തെ സാമ്പത്തിക ഭരണ സാഹചര്യങ്ങളിലേക്ക് ഒന്ന് കണ്ണോടിക്കണം. ദീർഘകാലത്തെ മമതാ ബാനർജിയുടെ ഭരണത്തിന് ശേഷം ബംഗാളിൽ സുവേന്ദു അധികാരിയുടെ നേതൃത്വത്തിലുള്ള BJP സർക്കാർ അധികാരമേറ്റതോടെ വലിയ മാറ്റങ്ങളാണ് അവിടെ പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നത്. ഭരണമാറ്റമുണ്ടായ ഉടനെ തന്നെ പുതിയ സർക്കാർ ഒന്നാമതായി കൈവച്ചത് സംസ്ഥാനത്തെ ക്രമസമാധാന നിലയിലും വികസന മുരടിപ്പിലുമാണ്. വ്യവസായങ്ങൾ വരാതിരിക്കുകയും തൊഴിലവസരങ്ങൾ ഇല്ലാതാവുകയും ചെയ്ത പഴയ അവസ്ഥയ്ക്ക് മാറ്റം വരുത്താൻ പുതിയ സർക്കാർ വലിയ തോതിലുള്ള അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾക്ക് തുടക്കമിട്ടിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ നേരിട്ടുള്ള പിന്തുണയോടെ കോടിക്കണക്കിന് രൂപയുടെ വികസന പദ്ധതികളും നിർമ്മാണ പ്രവർത്തനങ്ങളുമാണ് ഇപ്പോൾ ബംഗാളിൽ ദ്രുതഗതിയിൽ നടക്കുന്നത്. തങ്ങളുടെ സ്വന്തം നാട്ടിൽ തന്നെ വലിയ തോതിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ സ്വന്തം കുടുംബത്തെ വിട്ട് ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ അകലെയുള്ള കേരളത്തിലേക്ക് വരാൻ പല തൊഴിലാളികളും ഇപ്പോൾ മടിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. മുൻപ് ബംഗാളിൽ സുരക്ഷിതമില്ലായ്മയും തൊഴിലില്ലായ്മയും ആയിരുന്നെങ്കിൽ ഇന്ന് സ്ഥിതി മാറുകയാണ്. കേന്ദ്ര പദ്ധതികളുടെ ആനുകൂല്യങ്ങൾ നേരിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കാൻ തുടങ്ങിയതോടെ സാധാരണക്കാരായ തൊഴിലാളികൾക്ക് സ്വന്തം നാട്ടിൽ ജീവിക്കാമെന്ന ആത്മവിശ്വാസം വന്നിരിക്കുന്നു. എന്നാൽ ഇതിനൊരു മറുപുറം കൂടിയുണ്ട്. കേരളത്തിലേക്ക് വരാത്തവരിൽ വലിയൊരു വിഭാഗം ആളുകൾ യഥാർത്ഥത്തിൽ ഇന്ത്യൻ പൗരന്മാരല്ല, മറിച്ച് വ്യാജരേഖകൾ ഉണ്ടാക്കി ബംഗാളിലും പിന്നീട് കേരളത്തിലും തമ്പടിച്ചിരുന്ന നുഴഞ്ഞുകയറ്റക്കാരായ ബംഗ്ലാദേശികളാണെന്ന ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. BJP സർക്കാർ അധികാരത്തിൽ വന്നയുടൻ ബംഗാളിൽ നടപ്പിലാക്കിയ ഏറ്റവും വലിയ മാറ്റം എന്താണെന്നറിയാമോ? അത് അനധികൃത നുഴഞ്ഞുകയറ്റക്കാർക്കെതിരെയുള്ള അതിശക്തമായ നിലപാടാണ്. ഇത്രയും കാലം മമതാ ബാനർജിയുടെ ഭരണകാലത്ത് വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് വേണ്ടി ഈ നുഴഞ്ഞുകയറ്റക്കാർക്ക് പരവതാനി വിരിച്ചിരിക്കുകയായിരുന്നു എന്ന ആരോപണം ശക്തമായിരുന്നു. വ്യാജ ആധാർ കാർഡും റേഷൻ കാർഡും ഉണ്ടാക്കി ഇവർ ബംഗാളിലെ വോട്ടർമാരായി മാറി അവിടെ നിന്ന് നേരെ കേരളം പോലുള്ള സംസ്ഥാനങ്ങളിലേക്ക് കുടിയേറി കുറഞ്ഞ കൂലിക്ക് ജോലി ചെയ്തു വരികയാണെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. എന്നാൽ പുതിയ സർക്കാർ വന്നതോടെ ഈ കളി പാടെ നിന്നു. ഇനിയൊരു നുഴഞ്ഞുകയറ്റക്കാരെയും ബംഗാളിൽ സ്ഥാനമില്ലെന്ന കടുത്ത പ്രഖ്യാപനമാണ് സർക്കാർ നടത്തിയത്. ഇതിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് ഇപ്പോൾ ഭാരത ബംഗ്ലാദേശ് അതിർത്തിയിൽ സംഭവിക്കുന്നത്. അതിർത്തിയിലെ വേലി നിർമ്മാണം വർഷങ്ങളായി മുടങ്ങിക്കിടക്കുകയായിരുന്നു. കാരണം മമതാ സർക്കാർ അതിർത്തി സുരക്ഷാ സേനയായ BSFന് വേലി കെട്ടാൻ ആവശ്യമായ ഭൂമി വിട്ടുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല. ഭൂമി ഏറ്റെടുക്കില്ല. കാലതാമസം കാരണം കിലോമീറ്ററുകളോളം അതിർത്തി വേലിയില്ലാതെ തുറന്നു കിടക്കുകയായിരുന്നു. ഇതിലൂടെയാണ് കള്ളക്കടത്തുകാരും ബംഗ്ലാദേശികളും ഇന്ത്യയിലേക്ക് സുഗമമായി കടന്നിരുന്നത്. എന്നാൽ ഇപ്പോൾ പുതിയ സർക്കാർ അധികാരമേറ്റ ഉടൻ തന്നെ വലിയൊരു പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ്. വെറും 45 ദിവസത്തിനുള്ളിൽ അതിർത്തി വേലി കെട്ടാൻ ആവശ്യമായ ഭൂമി പൂർണ്ണമായും BSFന് കൈമാറും. ഈ ഒരൊറ്റ തീരുമാനം കൊണ്ട് ദീർഘകാലമായി മുടങ്ങിക്കിടന്ന അതിർത്തി സുരക്ഷാ പദ്ധതികൾ പൂർത്തിയാവുകയാണ്. ഇതോടെ അതിർത്തി കടന്നുള്ള അനധികൃത നുഴഞ്ഞുകയറ്റം പൂർണ്ണമായും തടയും. ദുർബല പ്രദേശങ്ങളിൽ അത്യാധുനിക നിരീക്ഷണ സംവിധാനങ്ങളും ക്യാമറകളും സ്ഥാപിക്കാൻ BSFന് സാധിക്കും.
ബംഗ്ലാദേശിൽ നിന്ന് ഇന്ത്യയിലേക്ക് ആളുകൾ ഇരച്ചു കയറിയിരുന്ന ആ പഴയ കാലം ഇനി ചരിത്രം മാത്രമാണ്. ഇനി നമുക്ക് ബംഗാളിലെ ആഭ്യന്തര മാറ്റങ്ങളിലേക്ക് വരാം. മമതാ ബാനർജിയുടെ ഭരണകാലത്ത് ബംഗാളിലുടനീളം വലിയ തോതിലുള്ള കയ്യേറ്റങ്ങളും അനധികൃത നിർമ്മാണങ്ങളുമാണ് നടന്നിരുന്നത്. ഭരണകക്ഷിയുടെ പിൻബലത്തോടെ എവിടെയും എന്തും നിർമ്മിക്കാമെന്ന അവസ്ഥയായിരുന്നു. എന്നാൽ ഇപ്പോൾ ബംഗാളിലെ പുതിയ മന്ത്രി ദിലീപ് ഘോഷ് നടത്തിയ ഒരു പ്രഖ്യാപനം ബംഗാളിനെ മാത്രമല്ല ഇന്ത്യ ഒട്ടാകെ ഞെട്ടിച്ചിരിക്കുകയാണ്. എന്താണെന്നില്ലേ, ഉത്തർപ്രദേശിലും മധ്യപ്രദേശിലും നമ്മൾ കണ്ടതുപോലെ നിയമവിരുദ്ധ നിർമ്മാണങ്ങൾക്കും കയ്യേറ്റങ്ങൾക്കുമെതിരെ ബംഗാളിലാകെ ഇനി ബുൾഡോസർ രാജ് നടപ്പിലാക്കാൻ പോവുകയാണ്. കഴിഞ്ഞ ദിവസം കൊൽക്കത്തയിലെ ഡിൽജാലയിലുണ്ടായ വൻ തീപിടുത്തത്തിൽ 2 പേർ ദാരുണമായി കൊല്ലപ്പെട്ടിരുന്നു. ഈ പ്രദേശത്ത് വ്യാപകമായ രീതിയിൽ അനധികൃത കെട്ടിട നിർമ്മാണങ്ങൾ നടന്നതായി അന്വേഷണത്തിൽ കണ്ടെത്തി. ഇതിന് പിന്നാലെയാണ് സർക്കാർ കടുത്ത നടപടികളിലേക്ക് കടന്നത്. രാജ്യമെമ്പാടും ബുൾഡോസറുകൾ ഉരുളുമെന്നും ബംഗാളിൽ ഇതിനോടകം തന്നെ ഈ പ്രക്രിയ ആരംഭിച്ചു കഴിഞ്ഞുവെന്നും അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു. നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർ നിയമത്തിന്റെ പരിധിക്കുള്ളിൽ വരണമെന്നും സർക്കാർ ഭൂമിയിലെ ഒരു തരത്തിലുള്ള കയ്യേറ്റവും വെച്ചു പൊറുപ്പിക്കില്ലെന്നുമാണ് പുതിയ സർക്കാരിന്റെ കർശനമായ മുന്നറിയിപ്പ്. ഇപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ വ്യക്തമായിട്ടുണ്ടാവും. എന്തുകൊണ്ടാണ് വോട്ട് ചെയ്യാൻ പോയവർ കേരളത്തിലേക്ക് വരാത്തതെന്ന ചോദ്യത്തിന്റെ ഉത്തരം ഈ മാറ്റങ്ങളിലാണ് കിടക്കുന്നത്. ഒന്നാമതായി, തദ്ദേശീയരായ ബംഗാളി തൊഴിലാളികൾക്ക് പുതിയ വികസന പദ്ധതികൾ വഴി സ്വന്തം നാട്ടിൽ തന്നെ തൊഴിൽ ലഭിക്കാനുള്ള സാഹചര്യം ഒരുങ്ങുന്നു. രണ്ടാമതായി, വ്യാജരേഖകൾ ചമച്ച അതിഥി തൊഴിലാളികൾ എന്ന വ്യാജേനെ കേരളത്തിലും മറ്റുമെന്ന് തമ്പടിച്ചിരുന്ന അനധികൃത ബംഗ്ലാദേശികൾക്ക് ഇപ്പോൾ വലിയ ഭയമാണ്. ബംഗാളിൽ കർശനമായ പരിശോധനകളും ബുൾഡോസർ നടപടികളും അതിർത്തി അടക്കലും ആരംഭിച്ചതോടെ രേഖകളില്ലാത്ത പലരും പിടിയിലാകുമെന്ന പേടിയിൽ ഒളിവിൽ പോയിരിക്കുകയാണ്. ഒരു കാലത്ത് ഗുണ്ടാരാജും അഴിമതിയും നുഴഞ്ഞുകയറ്റവും കൊണ്ട് വാർത്തകളിൽ നിറഞ്ഞ പശ്ചിമ ബംഗാൾ ഇന്ന് ദേശീയ സുരക്ഷയ്ക്കും വികസനത്തിനും മുൻഗണന നൽകുന്ന ഒരു പുതിയ പാതയിലൂടെയാണ് സഞ്ചരിക്കുന്നത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, പശ്ചിമ ബംഗാളിലെ ആ പഴയ രാഷ്ട്രീയ അന്തരീക്ഷമല്ല എന്നുള്ളത്. അതിർത്തികൾ അടഞ്ഞു കഴിഞ്ഞു, നുഴഞ്ഞുകയറ്റക്കാർക്ക് പൂട്ട് വീണു കഴിഞ്ഞു, തദ്ദേശീയർക്ക് സ്വന്തം നാട്ടിൽ തൊഴിൽ ലഭിച്ചു തുടങ്ങി. ഇതിന്റെ ആഘാതം കേരളത്തിൽ പ്രതിഫലിക്കാൻ തുടങ്ങിയിട്ടുമുണ്ട്. പ്രതിസന്ധികളെ അവസരങ്ങളാക്കി മാറ്റാൻ മലയാളിക്ക് കഴിഞ്ഞില്ലെങ്കിൽ നമ്മുടെ വികസന സ്വപ്നങ്ങൾക്ക് അത് വലിയ തിരിച്ചടിയാവും. കേവലം രാഷ്ട്രീയ മാറ്റങ്ങൾക്കപ്പുറം ഒരു രാജ്യത്തിന്റെ സുരക്ഷയും സാമ്പത്തിക ഭദ്രതയും എങ്ങനെ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോൾ ബംഗാളിലും കേരളത്തിലും നമ്മൾ കാണുന്നത്. സുഹൃത്തുക്കളെ, നമ്മൾ ഈ ചർച്ച ചെയ്ത് അവസാനിപ്പിച്ച കാര്യങ്ങൾ കേവലം ഒരു സംസ്ഥാനത്തെ രാഷ്ട്രീയ അട്ടിമറിയോ അല്ലെങ്കിൽ 2 നേതാക്കൾ തമ്മിലുള്ള അധികാര വടംവലിയോ മാത്രമായി ആരും നിസ്സാരവൽക്കരിക്കരുത്. ഇത് അതിലും എത്രയോ വലുതാണ്. ബംഗാളിൽ അതിർത്തി വേലി കെട്ടിപ്പടുക്കുന്നതും അനധികൃത നിർമ്മാണങ്ങൾക്ക് നേരെ ബുൾഡോസർ ഉരുളുന്നതും കേവലം ഒരു പ്രാദേശിക ഭരണമാറ്റത്തിന്റെ പ്രകടനമല്ല. അത് ഇന്ത്യ എന്ന മഹാരാജ്യം അതിന്റെ പരമാധികാരവും ആഭ്യന്തര സുരക്ഷയും ഒരു വിട്ടുവീഴ്ചയുമില്ലാതെ തിരിച്ചു പിടിക്കുന്നതിന്റെ സിംഹഗർജനമാണ്. ഇത്രയും കാലം വരുന്നവർ വരട്ടെ, പോകുന്നവർ പോകട്ടെ എന്ന രീതിയിൽ ആർക്കും എപ്പോഴും കയറിയിറങ്ങാവുന്ന ഒരു സത്രമല്ല ഈ രാജ്യമെന്ന് പുതിയ ഇന്ത്യ ലോകത്തോട് ഉറപ്പിച്ചു പറയുകയാണ്. സ്വന്തം നിലനിൽപ്പിനും വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിനും വേണ്ടി രാജ്യത്തിന്റെ സുരക്ഷയെയും അതിർത്തികളെയും പണയം വെച്ച ആ പഴയ കറുത്ത അധ്യായത്തിനാണ് ഇപ്പോൾ പശ്ചിമ ബംഗാളിൽ അന്ത്യവിധി കുറിച്ചിരിക്കുന്നത്. നിയമവാഴ്ചയും പരമാധികാരവും ഒരു രാജ്യത്ത് എങ്ങനെ നടപ്പിലാക്കണം എന്നതിന്റെ ഏറ്റവും കൃത്യമായ മാതൃകയാണ് ഇപ്പോൾ അവിടെ തെളിഞ്ഞു കാണുന്നത്. നിയമം എല്ലാവർക്കും ഒന്നാണെന്നും രാജ്യത്തിന്റെ സുരക്ഷയുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ലെന്നുമുള്ള ശക്തമായ സന്ദേശം ബംഗാളിലെ അതിർത്തികളിൽ നിന്നും കന്യാകുമാരി വരെ കൃത്യമായി എത്തിക്കഴിഞ്ഞു. ഭാരതത്തിന്റെ ആഭ്യന്തര സുരക്ഷയെ വെല്ലുവിളിക്കുന്ന ശക്തികൾക്കെതിരെ രാജ്യവ്യാപകമായി ഉയരുന്ന ഈ മാറ്റത്തിന്റെ ബുൾഡോസർ ഇനി എവിടെയൊക്കെ ഉരുളുമെന്ന്, ഏതൊക്കെ വ്യാജ താവളങ്ങളെ തകർക്കുമെന്നും നമുക്ക് കാത്തിരുന്ന് കാണാം. ഈ സുപ്രധാനമായ വിഷയത്തിൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രതികരണങ്ങളും നിലപാടുകളും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.